ചിലയിടങ്ങളിലൊക്കെ ഇതിൻ്റെ അർത്ഥമൊക്കെ ഒരുപക്ഷെ എഴുതുന്നവരെക്കാൾ കൂടുതൽ അത് കേൾക്കുന്നവർക്കോ ഇല്ലെങ്കിൽ അത് കൺസീവ് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ശ്യാമപ്രസാദ് സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സാറിൻ്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന സിനിമയിൽ ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം, ജന്മം ഇനി എത്ര ദൂരം പോകണം എന്ന് പറയുന്ന വാർത്തിങ്കൾ ഉദിക്കാത്ത അതിൻ്റെ കൈതപ്രത്തിൻ്റെ വരികളാണ്. അപ്പോൾ സാർ പറഞ്ഞത് ആ സിനിമ തന്നെയാണ് സാർ എഴുതി വച്ചിരിക്കുന്നത്. ആ സിനിമയിൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത്, ഇത് കാലാകാലങ്ങളായി എത്ര കാലം ഇത് തുടർന്നു പോയാലാണ് ഈ ജന്മങ്ങൾ അവസാനിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റിലേക്ക് അത്ഭുതകരമായി ആ വരികൾ എത്തിയത് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. അത് അത്രയ്ക്ക് മാജിക്കലായിട്ട് വന്നു എന്ന് സാറ് പറഞ്ഞു. അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ആ വരികൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഞാൻ ബാക്കിയുള്ള വരികളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ശ്യാമപ്രസാദാണ് പറഞ്ഞത്, ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം, ജന്മം ഇനി എത്ര ദൂരം പോകണം എന്ന് പറയുന്നതാണ് ആ സ്ത്രീയുടെ കഷ്ടപ്പാട്, ഇല്ലെങ്കിൽ ആ അവസ്ഥകൾ, ആ ദുരവസ്ഥകൾ ഇത് മറികടക്കുന്നതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് പറഞ്ഞത്. അപ്പം ഈ അർത്ഥത്തിൽ നമ്മൾ ഒത്തിരി കാലം നിൽക്കാൻ കഴിയുന്ന വർക്ക്സ് ചെയ്യുന്നതാണ് ഈ ലെജൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചിട്ട് പോകുമ്പോൾ അത് കാണുന്നവരാണല്ലോ അതിന് അവർക്ക് ഓരോന്നോരോന്ന് തോന്നുകയാണ് എന്ന് പറഞ്ഞാലാണ് ഈ സിനിമാ പാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ട്. സിനിമാ പാട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് ക്ലാസിക്കലി ഭയങ്കര സംഭവം അല്ല എന്നല്ല, മനുഷ്യനെ ഭയങ്കരമായിട്ട് തൊടുന്നുണ്ട് എല്ലാ പാട്ടുകളും, അങ്ങനത്തെ പാട്ടുകളൊക്കെ. അപ്പം അങ്ങനത്തെ പാട്ടുകൾ കൂടുതൽ കേൾക്കാനും അതിലേക്ക് കുറേ നേരമൊക്കെ ഇരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി നിങ്ങളുടെ പാട്ടിലേക്ക് വരാം. ആ ലോഹത്തിലെ പാട്ട് പാടിയിട്ട് നമുക്ക് ചാടിപ്പോവാം. എത്തിപ്പോയി വാനത്തിൽ, എത്തിപ്പോയി വാനത്തിൽ മുക്കുറ്റിപ്പൂ താരങ്ങൾ ചിന്നിത്തൂവി ചിന്നിത്തൂവി താഴത്ത് മിന്നാമിന്നി താരങ്ങൾ മണിത്തൂ മഞ്ചലിൽ മണമുതിർക്കും ചന്ദനം മിടിക്കും ചേങ്ങലം മാനസം തൊടുക്കും നിൻമുഖം വളകിലുക്കും ചിഞ്ചിലം മുടിപ്പൂ പന്തലിൽ രാവിൽ എത്തിപ്പോയി എത്തിപ്പോയി വാനത്തിൽ മുക്കുറ്റിപ്പൂ താരങ്ങൾ. ഈ പാട്ട് ആ ഇറങ്ങിയ സമയത്ത് അധികം ആൾക്കാർ കേട്ടിട്ടില്ലായിരുന്നു, പക്ഷെ ലോഹം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സിനിമ ഇങ്ങനെ ടി വിയിൽ വരുമായിരുന്നല്ലോ. അങ്ങനെ ഈ പാട്ട് ആൾക്കാർക്ക്, ഞാൻ ഈ പാട്ട് പാടുമോ ആ പാട്ടാണല്ലേ എന്ന് പറഞ്ഞു. ആ സിനിമ ഇറങ്ങിയ സമയത്ത് പക്ഷെ അതങ്ങനെ പോപ്പുലർ ആയില്ല. ശ്രീവത്സൻ സാറിന്റെ ഒന്ന് രണ്ട് ഒരു സീരിയലിന് വേണ്ടിയിട്ടുമൊക്കെ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. സാറിന്റെ കോമ്പോസിഷൻസ് പാടുന്ന ഒരു വലിയ വലിയ കാര്യമാണ്. അപ്പൊ എനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് പോകും. ഒരു കാര്യം കൂടി ചെയ്തു തരേണ്ടത്, രവീന്ദ്രൻ മാഷിന്റെ പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പാടിയിട്ട് നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് പോവാം. നീരദ ശ്യാമള നീലനഭസ്സുരു ചാരു സരോവരമായി, നീരദ ശ്യാമള നീലനഭസ്സുരു ചാരു സരോവരമായി. അതാണ് ഭാസ്കരൻ മാഷ്. ചെറിയ കാര്യമാണ്, പക്ഷെ നമ്മൾ എത്ര കാലമായിട്ട് പാടി നടക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത് ടി.എം. കൃഷ്ണ സാറിനെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം? നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്, പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന. ഭയങ്കര ഭാഗ്യമാണ് എനിക്ക് ആ സമയത്ത് ആളെ കാണാൻ പറ്റിയെന്നുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ ആളുടെ കച്ചേരി ഞാൻ 2-3 പ്രാവശ്യം മിസ് ചെയ്തു. ആളുടെ കച്ചേരി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് പോലും എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ബേസിക്കലി മ്യൂസിക്കലിയും ആസ് എ പേഴ്സണും ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ്. കാരണം ഇപ്പം നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ ആളെ ചുറ്റിപ്പറ്റി നടക്കുന്ന. അപ്പം എനിക്ക് അതിൽ എല്ലാം കൊണ്ട് ഞാൻ ആളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു അഭിപ്രായമുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ നേരിട്ട് കാണണം, കച്ചേരി കേൾക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കച്ചേരി കേട്ടു. കച്ചേരി കേട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ പോകാൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഗുരുവായൂർ പഴയടം രുചി എന്ന് പറഞ്ഞിട്ട് അവിടെ എൻ്റെ ഒരു സുഹൃത്താണ്, അതിൻ്റെ കുട്ടൻ വാര്യർ എന്നാണ് ആളുടെ പേര്, ആളാണത് നടത്തുന്നത്. അപ്പം അവിടെ നിന്നാണ് അവർക്കൊക്കെ ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ചെന്നു, ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുള്ളി ആളെ കാണണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ മാഷുണ്ട്, എൻ്റെ മാഷെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, പാലാസിക്ക് രാമേന്ദ്രൻ സാറിൻ്റെ വലിയൊരു സാറ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാർ ഒരുമിച്ച് ചെന്നൈയിലായിരുന്നപ്പോൾ അങ്ങനെ ഭയങ്കര ക്ലോസ് ആണ്.
അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് ഇങ്ങനെ ഞാൻ സാറിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെല്ലുന്നത്. അപ്പോൾ ഭയങ്കര കാര്യമായിരുന്നു, സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ ഇങ്ങനെ ഞാൻ പാട്ട് പാടുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ പാടുമെന്ന് പറഞ്ഞു. അയ്യോ വിറച്ചിട്ട് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ അവിടെ പാടിയൊരു ശ്ലോകമാണ് പാടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആളും വൈഫും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞു, there is so much of emotion in your singing എന്ന് പറഞ്ഞു. ഞാൻ പാടിയതൊരു ഒരു ശ്ലോകമായിരുന്നു ഇങ്ങനെ, എൻ തായും എനക്കരുൾ തന്തയും നീ ചിന്താകുലം മാനവൈ തീർത്ത കതിർ വേലവനേ ഉമയാൾ മൈതനേ മறைவாயகனே പൊന്മയിലേറിടും പുണ്യനാഥനേ കുമരാ കുമരാ കൂവിയழைത്താൽ കുരൽ കൊടുപ്പാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് പാട്ടിട്ട്. അപ്പൊ അവിടെ നിന്ന് അത് പാടി കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ കേട്ടിരുന്നു. ഓരോ സാധനങ്ങളൊക്കെ പാടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ണടച്ച് നിന്നപ്പോൾ എനിക്ക് ആളെന്താണ് അവിടെ ഫ്രണ്ടിൽ ആരാ നിക്കണെന്ന് എൻ്റെ മനസ്സിലുണ്ടാവരുതേന്നുള്ളൂ, അല്ലെ പാടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അപ്പൊ ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കര നമ്മളത്രയും കാണാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് വലിയ സന്തോഷമായിരുന്നു. അടിപൊളി. ജയകുമാർ സാറിന്റെ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന നേരം പുറത്തു വരാത്ത സിനിമയിലുള്ളതാണ്, പക്ഷെ അസാധ്യ പാട്ടാണ്. ചിത്ര ചേച്ചി അത്രയും നന്നായിട്ട് പാടിയിട്ടുള്ള. ഞാൻ അതിന്റെ ഒരു കവർ വേർഷൻ ചെയ്തിരുന്നു. അപ്പം അത് ഞാൻ സ്റ്റാർ സിംഗറിലുള്ള സമയത്തും പാടിയിരുന്നു ആ പാട്ട്. അപ്പം അന്നും ആൾക്കാർ ഒരുപാട് എനിക്ക് പേഴ്സണലി ചിത്ര ചേച്ചി അതിൻ്റെ ഒരു ശരത് സാറുമായിട്ടൊരു എനിക്കൊന്ന് ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു അത് ടെലികാസ്റ്റ് ചെയ്ത്, എൻ്റെ ഒരു കവർ വേർഷൻ പോലെ ചെയ്തിരുന്നു ചിത്ര ചേച്ചി. അത് ഭയങ്കര രസമായിരുന്നു. ശരത് സാർ തന്നെ സാറിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു അത് കേൾക്കാൻ. അത് പാടും. ആഷാഢമാസ നിശീധിനിതൻ വനസീമയിലൂടെ നീ ആരും കാണാതെ ആരും കേൾക്കാതെ എന്നിലേക്കെന്നും വരുന്നു, എൻ മൺകുടിൽ തേടി വരുന്നു, നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു, ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാനെന്നും പ്രതീക്ഷിച്ചു നിന്നു, നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കാം. ചില പാട്ടുകൾ രക്ഷയില്ല അല്ലേ, എന്തൊരു ഫീലല്ലേ. ഇമോഷണലി അത് നിങ്ങൾ എടുക്കുമ്പോൾ എനിക്കും അത് കിട്ടുന്നുണ്ട്. അപ്പം അവിടെ തന്നെ ഇരുന്ന് പാടിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കില്ലേ, വെച്ചിട്ട് പോയാലോ, ഇതിവിടെ തന്നെ ഇരുന്നാലോക്കില്ലേ. ഭയങ്കര രസമുണ്ട് കേട്ടോ. ശരിക്കും അത് ടിപ്പിക്കൽ ഒരു ഭക്തിഗാനത്തിന്റെ മൂഡാണ് സത്യത്തിൽ അതിന്റെ ഉള്ളിൽ ഉള്ളത്. രവീന്ദ്ര മാഷിന്റെ പാട്ടാണ്. അപ്പൊ ടിപ്പിക്കൽ ചിത്ര ചേച്ചിയുടെ പാട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തു, ഇതാണ് ചിത്ര ചേച്ചി. എല്ലാവർക്കും നമുക്ക് ചിത്ര ചേച്ചി പെർഫെക്റ്റ് അല്ലേ. ഞാൻ എപ്പോഴും ഓർക്കും ചിത്ര ചേച്ചി, ശ്രേയ ഘോഷൽ അവരൊക്കെ
എന്നത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണെന്ന് തോന്നുന്നു. ആ ഇൻസ്ട്രുമെന്റിന്റെ പെർഫെക്ഷൻ ഉണ്ടല്ലോ, ചേച്ചി റിപ്പീറ്റ് പാടുമ്പോ അത് തന്നെയാണ്. അത് തന്നെ പാടും. അതെ അതെ. വീണ്ടും അത് പാടാൻ പറഞ്ഞാൽ എത്ര തവണ അത് പാടാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ പാടും. മുന്നിൽ ഇരുന്നിട്ട് അത് പാടാൻ പറഞ്ഞല്ലേ ചേച്ചി അതേ സാധനം തന്നെ അടിക്കണ കാണുമ്പോഴത്തേക്ക് നമ്മള് ഇത് എങ്ങനെ അതെ, അത് ഒരു സെക്കൻഡ് പോലും വേണ്ട. എനിക്കത് ഇൻസ്ട്രുമെന്റ് ആയിട്ടാ തോന്നുന്നത്. ലിറിക്സ് നോക്കുകയോ ഒരിടത്ത് തെറ്റിപ്പോയെന്ന് പറയോ രണ്ടാമത് പാടുകയോ ഒന്നും ചെയ്യാതെ പെർഫെക്റ്റ് ആയിട്ട് ലൈവാണ്. അതാണ് സ്ഥിരം, അത് തന്നെ തന്നെ. അത് ചേച്ചി തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഒരു 100 തവണ പാടിയ പാട്ടാണെങ്കിലും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒരു തവണ ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ സമാധാനം ഉള്ളൂ എന്ന്. അത്രയ്ക്കും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളല്ലേ, അതുകൊണ്ടാണല്ലോ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചിത്ര ചിത്ര ചേച്ചി ആയത്.